ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ ജനനായകന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏഹ് തളപതി വിജയണ്ണന്റെ ലാസ്റ്റ് പടം ജനനായകൻ. ഇനി സിനിമയിൽ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇതാണ് ഒഫീഷ്യലി ലാസ്റ്റ് പടം. ഇനി ഇപ്പം തമിഴ്നാടിന്റെ CM ആണ്. അപ്പൊ ഇനി വീണ്ടും സിനിമയിലോട്ട് ഒരു തിരിച്ചുവരവ് കാണുമെന്ന് തോന്നുന്നില്ല. ഏഹ് അതാണ്. അപ്പം കൊച്ചിലോട്ടെ കട്ട വിജയ് ഫാനാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഏത് പോക്കിരിയുടെ ഒക്കെ ടൈം ഔട്ടാണെന്ന് തോന്നുന്നു. പോക്കിരി, വേട്ടക്കാരനാണ് ഞാൻ കുറച്ചുകൂടി ഭയങ്കര ഒരു തളപതി വെറിയനായത്. പിന്നെ ഈ സാധനം കയ്യിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഒരൊറ്റ റീസണേ ഉള്ളൂ, തളപതി വിജയ്. അപ്പം സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. ഞാൻ ഇത് ഭഗവത് കേസരിയുടെ റീമേക്ക് ആണ്, പക്ഷേ ഭഗവത് കേസരി ഞാൻ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ കഥയൊന്നും അറിഞ്ഞൂടാ. ഇതാണ് ഞാൻ കാണുന്ന പടം. ഭഗവത് കേസരി അതിന്റെ മറ്റേ സീൻ ബൈ സീൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പം മേ ബി അതേ കണക്കായിരിക്കും, എക്സാക്ട് അതേ കണക്കാണോ അത് മാറ്റങ്ങളുണ്ടോ എന്ന് അറിഞ്ഞൂടാ. സിനിമ എന്തോ പറയാ, പക്ഷെ ഞാൻ എന്റെ ജെന്യൂൻ ഒപ്പീനിയൻ പറയട്ടെ. എന്റെ ഒരു ജെന്യൂൻ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഫോർ മീ തളപതിസ് ലാസ്റ്റ് പടം എന്ന് പറഞ്ഞത് ലിയോ. എനിക്ക് ലിയോ ആണ് തളപതിയുടെ ലാസ്റ്റ് ഒരു കിടിലൻ പടം എന്ന് പറയാൻ പറ്റും. എനിക്കിതൊരു പ്യുവർ ഒരു ഫെയർവെൽ മൂവി ആയിട്ട് അങ്ങനെ എന്താ പറയാ ഫീൽ ചെയ്തില്ല. എന്നുവെച്ചാൽ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടുന്ന ഒറ്റ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ, വിജയണ്ണന്റെ ലാസ്റ്റ് പടം, ഇനി പടം ഇല്ല. ആ ഒരു മൈൻഡ് സെറ്റ് ഇരുന്ന് കണ്ട കുഴപ്പമില്ല, ഓക്കെ, കാണാം. മേ ബി റീമേക്ക് അല്ലാതെ വേറൊരു നല്ലൊരു സാധനം കണ്ടിട്ട് ചെയ്യാം, നല്ലൊരു സ്റ്റോറി ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ നോ ഹേറ്റ്, പടം ഞാൻ പറഞ്ഞ കണക്ക് ലാസ്റ്റ് പടം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇരുന്നാണ് ഞാൻ കണ്ടത്. ഇനി നോ മോർ തളപതി പടം, വല്ല റീ റിലീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇനി ഇതേ കണക്ക് ഫസ്റ്റ് ലുക്ക് ഇല്ല, ഫസ്റ്റ് സിംഗിൾ ഇല്ല, പാട്ടില്ല, ഓഡിയോ ലോഞ്ചില്ല, ഒന്നുമില്ല. അങ്ങനെ അതിനൊരു എൻഡ് വന്നിരിക്കുകയാണ്. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഭഗവത് കേസരി ആയിരിക്കാം, ഞാൻ പടം കണ്ടിട്ടില്ല പറഞ്ഞ പോലെ. ഫൈറ്റ് സീക്വൻസസ് ഒക്കെ അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ കൊള്ളാം. ഒരു ഫ്ലാഷ് ബാക്ക് സീനൊക്കെ അതൊക്കെ കൊള്ളാം, അത് അത്യാവശ്യം നൈസ് സാധനമായിരുന്നു. ഫ്ലാഷ് ബാക്ക് ഞാൻ ചില കാര്യങ്ങൾ സ്പോയിലർ ചിലപ്പോൾ പറയേണ്ടി വരും, അതുകൊണ്ട് സിനിമ കണ്ടിട്ടൊന്ന് റിവ്യൂ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഫൈറ്റ് സീക്വൻസസ് ചില സാധനങ്ങളുള്ള ജയിലിലെ ഫൈറ്റ് സീക്വൻസസ് ഓർമ്മയുണ്ട്. പിന്നെ ഫ്ലാഷ് ബാക്ക്, ലാസ്റ്റ് ക്ലൈമാക്സിൽ ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ഉണ്ട് കേട്ടാ. അതൊക്കെ ഫൈറ്റ് സീക്വൻസ് പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. പിന്നീട് മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് കോഴ്സ് നമ്മുടെ തളപതി വിജയാണ്. തളപതി വെട്രിക്കൊണ്ടാൻ TVK, മമിത ബൈജു, ബോബി ഡിയോൾ, പ്രകാശ് രാജ്, പ്രിയമണി, പൂജ ഹെൻ, അങ്ങനെ കുറെ പേര് ഈ സിനിമയിലുണ്ട്. നരയനുണ്ട്. അങ്ങനെ നമ്മുടെ തമിഴ് യൂട്യൂബർ മദൻ ഗൗരി ഉണ്ട്. പുള്ളിക്ക് എത്ര പേർക്ക് പുള്ളി അറിയാന്ന് അറിഞ്ഞൂടാ, പുള്ളിക്കാരുണ്ട്. പിന്നെ TVKയിൽ എന്റെ കുറെ ഒരു 2-3 സ്ഥാനാർത്ഥികൾ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അവരെയൊക്കെ അറിയാവുന്നവർക്ക് അറിയാം. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് കുറെ പൊളിറ്റിക്കൽ പരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ജാതി മതം ഈ ബേസ് ചെയ്തിട്ടുള്ള വഴക്കുകൾ, കാര്യങ്ങൾ, അതിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വുമൺ എംപവർമെന്റ്, അതായത് വുമൻസിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറെ സംഭവങ്ങൾ, അവരെ ഈ പറയുന്ന എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും വരും ഈ പടത്തിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ സംഭവം. പിന്നെ ഡാൻസ്, ലാസ്റ്റ് ഡാൻസ്, അത് പറയണം. പഴയ കുറെ BGM സംഭവങ്ങളൊക്കെ ഇട്ടിട്ടൊരു പരിപാടിയുണ്ട് മറ്റേ തളപതി കച്ചേരിയുടെ ഇടയ്ക്ക്. അത്
കൊള്ളാം. ലാസ്റ്റ് ഡാൻസ്. പിന്നെ തളപതി പാടിയ പാട്ടുകൾ അതുണ്ട്, അതും ലാസ്റ്റ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറെ സൈഫൈ പരിപാടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ സ്പോയിലർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ട്രെയിലറിലുണ്ടായിരുന്നു ഒരു റോബോട്ടൊക്കെ വരുന്നത്. ആക്ച്വലി ഈ പടത്തിന്റെ അത് അല്ലെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ പടമായിട്ട് എടുക്കായിരുന്നു. ഇതിന് അതിന്റെ ആവശ്യം വേണ്ടായിരുന്നു എന്ന് തോന്നി. അതേ കണക്ക് കുറെ സാധനങ്ങൾ ഇതിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയ സംഭവങ്ങളുണ്ട്. എഐയുടെ കുറെ കളികൾ ഇതിന്റെ അകത്തുണ്ട്, അത് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നീട് ഈ മൂവി നിറഞ്ഞ തളപതി, അതായത് ലിയോ കഴിഞ്ഞിട്ട് പൊളിറ്റിക്സിലോട്ട് സജീവമായിട്ട് വന്നല്ലോ. ലിയോ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അന്നാണ് എന്റെ ഓർമ്മ. പാർട്ടിയൊക്കെ പ്രഖ്യാപിച്ച് അതിനുശേഷം ഈ ഷൂട്ട് പാർട്ടി അങ്ങനെ നിന്നുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. എന്തോ എനിക്കൊരു ഈ പറഞ്ഞ കണക്ക് ഒരു പ്യുവർ ഫെയർവെൽ ആയിട്ട് തോന്നിയില്ല ഈ പടം. എനിക്ക് സിനിമ ആക്ച്വലി എന്തോ ചെറിയൊരു ഇമോഷണൽ ഇത് തോന്നിയത് എന്ന് വെച്ചാൽ ലാസ്റ്റ് ക്ലൈമാക്സ്, അതായത് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് എൻഡ് ക്രെഡിറ്റ്സിന്റെ സമയത്ത് കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോ നമുക്ക് തീർന്നു എന്നുള്ളൊരു ആ ഒരു ഫീല് നമുക്ക് ഉള്ളിന്ന് തോന്നും. വരുമായിട്ടെന്ന് പറഞ്ഞൂടെ. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഫോർ മീ ലിയോ ഇസ് ദി ലാസ്റ്റ് വിജയ് പടം. റീമേക്ക് ചെയ്യണ്ടായിരുന്നു, നല്ലൊരു കണ്ടന്റ് ചെയ്യായിരുന്നു. പക്ഷെ അത്ര കൊള്ളൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആവറേജ് പടം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. വൺ ടൈം വാച്ച്. റിപ്പീറ്റ് വാല്യൂ സിനിമയ്ക്ക് ഉണ്ടെന്ന് വെച്ചാൽ പറയാൻ പറ്റൂല. ബാക്കിയുള്ള പടങ്ങൾക്കുള്ള ഒരു റിപ്പീറ്റ് വാല്യൂ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വൺ ടൈം വാച്ചബിൾ സാധനമാണ്. പിന്നീട് ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ എൻട്രികളുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് തരുന്ന കുറച്ച് എൻട്രികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, BGM ഒക്കെ വെച്ചിട്ട്. അതൊക്കെയാണ് ഈ സിനിമയിൽ നമുക്ക് കുറച്ച് കിടന്ന് ഒരു എനർജി ഫീൽ ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറയാനുള്ളത്. പിന്നെ അവസാനം മമിത ബൈജുവും വിജയേട്ടനും കൂടെ ഉള്ള ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ഉണ്ട്. അത് കിട്ടുന്ന സാധനമായിരുന്നു, അത് കൊള്ളായിരുന്നു. ജനുവിന്റെ അത് നല്ലൊരു ഫൈറ്റ് സീക്വൻസസ് ആയിരുന്നു. ഈ പറഞ്ഞ കണക്ക് ഫൈറ്റുകളൊക്കെ കുറെയൊക്കെ അത്യാവശ്യം കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് നോ ലോജിക്, അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് അണ്ണന്റെ ലാസ്റ്റ് പടം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് കാണുക എങ്കിൽ ഇറ്റ്സ് ഓൾ ഗുഡ്. സോ ഫ്രണ്ട്സ്, ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു തന്നെ സിനിമയിൽ മിസ് ചെയ്യും. ഇതേ കണക്ക് ഒരു ഇനി വേറൊരു വിജയ് വരില്ല. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ മനുഷ്യന്റെ ഓർമ്മ കൊണ്ടുവരാനുള്ള വേറെ ആള് ഇനിയില്ല, ഈ വരെയില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇതേ കണക്ക് ഈ മാസ് പടങ്ങൾ ഇറക്കാൻ ഇനി വേറെ മിസ് ചെയ്യും. ഇനി സിനിമയിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇതേപോലത്തെ ഒരു മനുഷ്യൻ ഇനി കാണില്ല. പുള്ളിക്കാരിപ്പം വിജയുടെ സിനിമകള് തന്നെ ഈ റിയൽ ലൈഫിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ മാറ്റങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സോ ഇത്തരമുള്ള സിനിമയെ പറ്റി എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. കാണാം. TK സൈനിങ് ഔട്ട്.